ഈ ചാനലിൻ്റെ ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ ഒരുപാട് മിക്സ്ഡ് കണ്ടന്റ് ആണ് ഈ ചാനൽ ഉണ്ടായിരുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ വീഡിയോ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അബ്സല്യൂട്ട് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ടൈം, ഏറ്റവും കുറഞ്ഞ എഫേർട്ടും കൺസിഡർ ചെയ്തിട്ട് അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യലാണ് ആദ്യത്തെ സ്ട്രാറ്റജി. ഈ വീഡിയോ ആയാലും എനിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഫേസ് കാണിച്ചില്ല. എൻ്റെ ലാപ്ടോപ്പ് സ്ക്രീൻ ഷെയർ മാത്രം ഷെയർ ചെയ്തുകൊണ്ട് ഒരു മൈക്ക് ഉപയോഗിക്കാതെ ഈ ഉള്ള വോളിയത്തിൽ ഏത് രീതിയിൽ വോളിയം പിക്ക് ചെയ്യുന്നോ ആ രീതിയിൽ വോളിയം പിക്ക് ചെയ്തിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ നോക്കിയത്. അതാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ. ഇനി രണ്ടാമത്തെ യൂട്യൂബ് വീഡിയോ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് പ്രൊഫഷണൽ ആവാൻ ശ്രമിച്ചു. ഹൗ ടു ട്രെയിൻ ഇംഗ്ലീഷ് എഫക്റ്റീവ്ലി വിത്തൗട്ട് എ ട്രെയിനർ എന്നുള്ള ടൈറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്തു. ആകെ കിട്ടിയത് 900 വ്യൂസ് ആണ്. ഇതിൽ ഞാൻ കുറച്ച് പ്രൊഫഷണൽ ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് എടുത്തു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കുറച്ചൊരു PPT ലെവലിലാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു വീഡിയോ ക്രിയേഷനിൽ ഒരു ഗെറ്റ് ഗോയിങ് സ്റ്റേജിലേക്ക് മാറണമെന്നുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു കണ്ടന്റ് ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യണം. ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരു ടൈനി പെർസെൻറ്റേജ് ഇംപ്രൂവ് ചെയ്യണമെന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു കണ്ടന്റ് ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. വീണ്ടും ഇംഗ്ലീഷ് വീഡിയോ അപ്ലോഡ് ചെയ്തു, വീണ്ടും ഒരു കിഡ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തു. കാരണം നീഷയെ നോക്കുന്നില്ല, ഓഡിയൻസ് നോക്കുന്നില്ല, ടോപ്പിക് നോക്കുന്നില്ല, അടുത്തൊരു കിഡ്സ് കണ്ടന്റ് ആണ് വരുന്നത്. അതിനുശേഷം ഇംഗ്ലീഷ് കണ്ടന്റ് വന്നു. അതിനുശേഷം ഒരു ബേർഡിനെ, പ്രാവിനെ റിലീസ് ചെയ്യുന്ന ഒരു റാൻഡം വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇതെല്ലാം കണ്ടന്റ് ക്രിയേഷൻ മസിൽ സ്ലോലി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം ഫുട്ബോളിലോട്ട് പോയി. റാൻഡമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന നേരത്ത് വീഡിയോ റെക്കോർഡ് ചെയ്തു. ആ വീഡിയോ ബേസിക് എഡിറ്റിംഗ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ബേസിക് അക്ഷരമാല പഠിപ്പിക്കുന്ന വീഡിയോസിലേക്ക് മാറി. കാരണം അതിൽ സ്കിൽ വാല്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം വീണ്ടും ഫുട്ബോൾ റാൻഡം വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും അക്ഷരമാല, അതിനുശേഷം റാൻഡം കിഡ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തു. വീണ്ടും എഡ്യൂക്കേഷൻ കണ്ടന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം വാല്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട്. കിഡ്സ് എഡ്യൂക്കേഷൻ കണ്ടന്റ് ട്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ AI ഇമേജ് ക്രിയേഷൻ ട്രൈ ചെയ്തു, AI വീഡിയോ ക്രിയേഷൻ ട്രൈ ചെയ്തു. ഏറ്റവും കൂടുതൽ ആവശ്യം അക്ഷരമാലകളായതുകൊണ്ട് മലയാളം അക്ഷരമാല ട്രൈ ചെയ്തു, ഇംഗ്ലീഷ് അക്ഷരമാല ട്രൈ ചെയ്തു. എനിക്ക് വ്യൂസ് ഒന്നും കിട്ടാറില്ല. ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചത് ഈ ഒരു വീഡിയോക്കാണ്. അത് കേവലം 25,000 വ്യൂസ് മാത്രമാണ്. ഈ ചാനലിൽ 556 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ ചാനൽ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈ ചാനലിൻ്റെ ഉദ്ദേശം ഒരു കണ്ടന്റ് ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യുക, ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഓരോ വീഡിയോസിനും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ഗോൾ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഗോൾ ഈ ചാനലിലൂടെ ഞാൻ അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൻ്റെ ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ ഒരുപാട് മിക്സ്ഡ് കണ്ടന്റ് ആണ് ഈ ചാനൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് നീഷ് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒരു മിക്സ്ഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു.